നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ, അതായത് എപ്പോഴും നമ്മെ വളരെയധികം ആവേശഭരിതരാക്കുന്ന വഴിത്തിരിവുകൾ, ഭാഗ്യത്തിൻ്റെ, നേട്ടത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴും നമ്മൾ വളരെയധികം സന്തോഷിക്കാറുണ്ട്. എന്നാൽ അതിനിരട്ടി സന്തോഷമാണ് ഈ വരുന്ന ഡിസംബർ 16 വന്നു ചേരാൻ പോകുന്നത്. എന്തെന്നാൽ ഡിസംബർ 16 എല്ലാ ദിവസങ്ങളെയും പോലെ ഒരു സാധാരണ ദിവസമല്ല. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സംക്രമിക്കുന്ന, അതായത് സംക്രമണം നടത്തുന്ന ഒരു സുപ്രധാന മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ ഡിസംബർ 16 സൂര്യൻ്റെ ഈ ഒരു സ്ഥാനമാറ്റം പ്രപഞ്ചത്തിലൊരു വലിയ ഊർജ പ്രവാഹമാണ് സൃഷ്ടിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഊർജ പ്രവാഹം നിമിത്തം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത് ഡിസംബർ 16 മുതൽ. അതുകൊണ്ട് തന്നെ ഡിസംബർ 16 മുതൽ വരുന്ന ഒരു മാറ്റം, അല്ലെങ്കിൽ ആ ഒരു കാലയളവ് വെച്ചടി കയറ്റം, ഉയർച്ച വന്നു ചേരാൻ പോകുന്ന 7 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഇനി വന്നു ചേരാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ മാറ്റം വന്നു ചേരുന്നത്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഡിസംബർ 16 നടക്കുന്ന ഈ സംക്രമണം എന്താണ് എന്നത് ഏവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ജ്യോതിഷത്തിൽ ഭഗവാൻ സൂര്യനെ ആത്മാവ്, അധികാരം, ആരോഗ്യം, വ്യക്തികളിൽ വർദ്ധിക്കുന്നതായ ആത്മവിശ്വാസം, പിതാവ്, സർക്കാർ തുടങ്ങിയൊക്കെ ഭാവങ്ങളുടെ കാരകത്വമുള്ള ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ കാരകത്വമായ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന സൂര്യൻ, ഈ ഒരു സൂര്യൻ്റെ സംക്രമണം വ്യക്തികളുടെ ജീവിതത്തിലും അവർക്കുണ്ടാകുന്ന സാമൂഹിക മാറ്റങ്ങളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ മറ്റ് ഗ്രഹങ്ങൾ, മറ്റ് പ്രബലരായ ഗ്രഹങ്ങളായ വ്യാഴം, അതായത് ഗുരു, കൂടാതെ ശനി, ചൊവ്വ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും ഈ പറയാൻ പോകുന്ന 7 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളുടെ ഒരു മാല യോഗമാണ് വന്നു ചേരുന്നത്. ഇത് നിമിത്തം ഭാഗ്യത്തിൻ്റെ വാതിലുകൾ ഈ 7 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് മുന്നിൽ തുറക്കുകയാണ്. ഭാഗ്യം, ജ്ഞാനം, ധനം എന്നിവ വന്നു ചേരും. അതായത് വ്യാഴത്തിൻ്റെ അനുകൂല ദൃഷ്ടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിൽ അത്ഭുതപൂർവമായ ഒരു മാറ്റമാണ് വന്നു ചേരാൻ പോകുന്നത്. കൂടാതെ ശനിയുടെ സ്ഥാനമാറ്റം നിമിത്തം സ്ഥിരതയും കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന ഫലവും കൂടി വന്നു ചേരും. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം കൂട്ടായ ഒരു സ്വാധീനം ഈ 7 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നൽകാൻ പോകുന്നു. അപ്പോൾ കഴിഞ്ഞ സമയങ്ങളിൽ കഠിനമായി അധ്വാനിച്ചിട്ടും നേട്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കാതെ പോയ ആളുകൾക്ക് ഇനിയുള്ള സമയം ജീവിതത്തിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ആ ഭാഗ്യരാശിക്കാരാര്, അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം. ആ ഭാഗ്യവാന്മാരായ രാശികളിൽ ആദ്യത്തെ രാശി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ ഒരു കാലയളവ്, ഡിസംബർ 16 മുതലുള്ള കാലയളവ് ധൈര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും കാലമാണ് തുടങ്ങുന്നത്. കൂടാതെ ഭാഗ്യമേഖലയായി പറയേണ്ടത് ഉദ്യോഗ മേഖല തന്നെ, അതായത് കർമ്മവുമായി ബന്ധപ്പെട്ട് ഭാഗ്യമുണ്ടാകും. ബിസിനസ് ചെയ്യുന്നവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗം കാണുന്നുണ്ട്. തടസ്സപ്പെട്ട് കിടന്ന വിദ്യാഭ്യാസമാണെങ്കിലും വീണ്ടും അത് ആരംഭിക്കുവാൻ ഭാഗ്യമുണ്ടാകും. പിന്നെ പ്രധാന നേട്ടങ്ങളായി ഇവിടെ പറയാനുള്ളത് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കുവാൻ സാധിക്കുമെന്നതാണ്. കൂടാതെ തൊഴിൽ മേഖലയിൽ പുതിയ ചില ഉത്തരവാദിത്തങ്ങളും സ്ഥാനക്കയറ്റവുമൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും സാധ്യതയും കാണുന്നുണ്ട്. അതോടൊപ്പം വിദേശയാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ജോലിയുമായി ബന്ധപ്പെട്ടതാകാം, അല്ലാതെയും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയം കൂടിയാണ് 16 മുതൽ തുടങ്ങുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ഒരു ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക. കാർത്തിക, രോഹിണി, മകയിരം ഇടവം രാശിക്കാർക്ക് ഇത് സാമ്പത്തിക വളർച്ചയുടെയും കുടുംബ ബന്ധങ്ങളിലെ സന്തോഷത്തിൻ്റെയും സമയം കൂടിയാണ് 16 മുതൽ തുടങ്ങുന്നത്. സാമ്പത്തിക സ്ഥിതി ഭാഗ്യമേഖലയാണ്.
സാമ്പത്തികമായി വളരെ മാറ്റങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ തന്നെ ഒരു മാറ്റം, ഒരു ഐക്യമൊക്കെ വർദ്ധിക്കും. പുതിയ ചില നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാനായി സാധിക്കും. പ്രധാന നേട്ടമായി കാണാനുള്ളത് അപ്രതീക്ഷിത ധനലാഭം. അപ്പോൾ ലോട്ടറി പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് സമ്മാനം ലഭിക്കും. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച വരുമാനം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കുടുംബത്തിൽ ചില മംഗള കർമ്മങ്ങളൊക്കെ നടക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, അനാവശ്യ ചിലവ് അല്ലെങ്കിൽ ധൂർത്ത് ഒഴിവാക്കുക. കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി ഉള്ള നിക്ഷേപങ്ങൾ ഉണ്ടാകാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അനാവശ്യ ചിലവുകളിലേക്ക് പോകാതിരിക്കാൻ ഈ 16-ാം തീയതി മുതലൊന്ന് ശ്രദ്ധിക്കുക. കാരണം വരവ് കൂടുകയും അപ്പോൾ ചിലവ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു താല്പര്യത്തെ കടിഞ്ഞാണിട്ട് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. മകയിരം, തിരുവാതിര, പുണർദം, മിഥുനം രാശിക്കാർക്ക് ഇത് ബന്ധങ്ങളുടെയും കൂടാതെ ആശയവിനിമയത്തിൻ്റെയും കാലമാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യമേഖലയായി നിങ്ങൾക്ക് പറയാനുള്ളത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഭാഗ്യമാണ്. പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാകും. ഉത്തമ വിവാഹ ആലോചനകൾ വന്നു ചേരും. സാമൂഹിക ബന്ധങ്ങൾ ഒന്നുകൂടി ദൃഢമാകുന്നതാണ്. പ്രധാന നേട്ടമായി പറയാനുള്ളത് പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളൊക്കെ ലാഭകരമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അവിവാഹിതരായ ആളുകളാണെങ്കിൽ വിവാഹ സാധ്യതകൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തും. ഉത്തമ വിവാഹം തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഒരുപാട് കാലമായി കാത്തിരുന്ന ആളുകൾക്ക് ഇത് ആശ്വാസത്തിൻ്റെ സമയമാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ബഹുമാനം വർദ്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ തേടി പലവിധത്തിലുള്ള അനുമോദനങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വാക്കുകളൊക്കെ ശ്രദ്ധിച്ചുപയോഗിക്കുക. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറെ ആളുകൾ വളച്ചൊടിച്ചായാലും അത് വിഷയത്തിലേക്ക് തെറ്റിദ്ധാരണകളിലേക്കോ പോകാൻ സാധ്യതയുള്ളതിനാൽ പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാൻ. ഇനി അടുത്തത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാർക്ക് ഇവിടെ ജോലിയിൽ വിജയമുണ്ടാകുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിൽ മാറ്റമൊക്കെ ഉണ്ടാകും. നിലവിലെ ആരോഗ്യപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. കടം വീട്ടുവാനായി സാധിക്കും. ജോലി സ്ഥലത്ത് വെല്ലുവിളികൾ വിജയകരമായി തന്നെ നിങ്ങൾക്ക് മറികടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. അപ്പോൾ ബിസിനസ്സായാലും എല്ലാവരെയും കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിക്കാർക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും പുതിയ അവസരങ്ങളുടെയും കാലഘട്ടമാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് പഠനം നടത്തുന്ന കുട്ടികൾക്ക് ഉന്നത പഠനത്തിനുള്ള യോഗം കാണുന്നുണ്ട്. കൂടാതെ മികച്ച വിജയം നേടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. പുതിയ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന നിങ്ങളുടെ ലക്ഷ്യം പൂവണിയും. സയൻറ്റിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും നിങ്ങളുടെ നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അത് ശക്തിപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയാണെന്ന് വേണ്ടത്. ഏത് കാര്യവും അറിയാം, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കുമെന്ന് ഓവർ കോൺഫിഡൻസ് ഒന്ന് ഒഴിവാക്കുക. അവസരത്തെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം മാത്രം അത് സ്വീകരിക്കുക. അതായത് എല്ലാം അറിയാമെന്നുള്ള ഒരു തീരുമാനമല്ല, നമ്മൾ ഓരോന്നും അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ കൂടി ഒന്ന് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിക്കാർക്ക് ഭൂമി വാങ്ങാൻ, വീട് വാങ്ങാനൊക്കെ ഉത്തമമായ ഒരു സമയമാണ്. മാതാവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. ആഡംബര ജീവിതം നയിക്കാൻ ഭാഗ്യം തുടങ്ങുകയാണ് ഈ 16-ാം തീയതി മുതൽ. പുതിയ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ നിലവിലുള്ള വീടൊന്ന് മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങളാവും. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിൽക്കുന്നതാണ്. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. എങ്കിലും പ്രയാസപ്പെടേണ്ട കാര്യങ്ങളൊന്നും കാണുന്നില്ല. അനാവശ്യ യാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുന്നത്, ദൂരയാത്രകളൊക്കെ ഒഴിവാക്കുക. അഥവാ പോകേണ്ടതാണെങ്കിൽ ശ്രദ്ധയോടുകൂടി പോകുവാനായിട്ടും ശ്രമിക്കുക. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും ഒരു വളർച്ചയുടെ സമയമാണ് തുടങ്ങുന്നത്. തൊഴിൽപരമായും ആരോഗ്യപരമായും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. വ്യക്തിത്വത്തിൽ തന്നെ, പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സമൂഹത്തിൽ തന്നെ ചില ഉന്നത സ്ഥാനമൊക്കെ നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. സാമ്പത്തികമായും വളരെ മെച്ചമുണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തെറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ വേണം. അഹംഭാവം ഒഴിവാക്കി മുന്നോട്ട് പോവുക. എല്ലാവരോടും സഹകരിച്ച് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് തിരക്കി, പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയം കൂടിയാണ് 16-ാം തീയതി മുതൽ തുടങ്ങുന്നത്.
ഇവിടെ പറഞ്ഞ ഈ 21 നക്ഷത്രക്കാരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് ഭഗവാൻ സൂര്യനെ വന്ദിക്കുക. കൂടാതെ ഓം നമോ നാരായണായ എന്ന മന്ത്രം രാവിലെ ഭഗവാൻ സൂര്യനെ നോക്കി നിങ്ങൾക്ക് ആദ്യത്തെ ഹൃദയം ജപിക്കാം. അതോടൊപ്പം തന്നെ ഓം നമോ നാരായണായ എന്ന മന്ത്രം കൂടി നിങ്ങൾ ജപിക്കേണ്ടത് വളരെയധികം ശുഭകരമായ ഫലത്തെ നൽകുന്നതാണ്. പിന്നെ കഴിവതും ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. അനുകൂലമായ സമയമായതിനാൽ തന്നെ പുതിയ സംരംഭങ്ങൾ 16-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് തുടങ്ങുന്നതിനും ഒരു തടസ്സങ്ങളും ഉണ്ടാവുകയില്ല. പഠനവുമായി ബന്ധപ്പെട്ട് അതേപോലെ നിക്ഷേപങ്ങൾ തുടങ്ങുന്നതിനും ഒക്കെ വളരെ ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാം. വെച്ചടി കയറ്റും. നിങ്ങളുടെ പ്രയത്നത്തിന് ഫലം ലഭിക്കുമെന്നതിൽ യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഇവരും മനസ്സിലാക്കുക, ഈ 16-ാം തീയതി മുതൽ ഭാഗ്യത്തിൻ്റെ ഒരു പ്രവാഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാനായി പോകുന്നത്. അപ്പോൾ ഈ 7 രാശിക്കാരുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവർക്കും ഇതേപോലെ ഓരോ ഭാഗ്യത്തിലൂടെ തന്നെ കടന്നു പോകേണ്ടതായി വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഏവർക്കും നല്ലതായ ഒരു മാറ്റങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.